मेहता का उल्टा चश्मा। ശ്രദ്ധിച്ചു നോക്കൂ, എന്നെ നോക്കൂ. ഇന്ന് ഞാൻ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അതേപോലെ ഒരു ബാഡ് ന്യൂസും. ആദ്യം നിങ്ങൾ ഏത് ന്യൂസാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അവൻ ആദ്യം ആ ബാഡ് ന്യൂസേ പറയൂ. എങ്കിൽ കേട്ടോളൂ. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നു ചങ്കു മങ്കു എന്ന് പേരുള്ള 2 കള്ളന്മാർ. അതെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് വളരെ ശരിയാണ്. നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് 2 ഭീകരന്മാരായ കള്ളന്മാർ. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. നിങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ എല്ലാം കൈവിട്ടു പോകുന്നതായിരിക്കും. ഇന്ന് രാത്രി 8 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ ഏരിയയിൽ തീർച്ചയായും പവർ കട്ട് ഉണ്ടായിരിക്കും. പക്ഷേ മീറ്റർ അത് ഓടിക്കൊണ്ടിരിക്കും. ഇതെന്ത് സന്തോഷ വാർത്തയാണ്? കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയല്ലേ അമ്മാവ? ഇപ്പോൾ ഞാൻ വിട പറയുന്നു. ക്യാമറാമാൻ കണ്ണുകൊണ്ട് കഥ പറയുന്ന കണ്ണനോടൊപ്പം റിപ്പോർട്ടർ സന്നാട്ട. ഈ ഒരു ബാഡ് ന്യൂസ് രാത്രി വരെ. ഇതെനിക്കിഷ്ടായി. ഞങ്ങൾക്ക് ഒത്തിരി നേരം കളിക്കാം. ഇന്ന് വൈകിട്ട് കറണ്ട് ഉണ്ടാവില്ലെന്നല്ലേ സച്ചിദാനന്ദൻ പറഞ്ഞത്? അതേന്നേ, അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഓ ഷെടാ, ഇവിടെ മുഴുവൻ കൊതുകാണല്ലോ. ഷടാ, ദേ പറഞ്ഞതുപോലെ കറണ്ട് പോയി. ഒപ്പം ടപ്പുന്ന് കിട്ടിയ ഒരു സിക്സർ. അച്ഛൻ എന്താ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കൊതുകിനെ കൊന്നോണ്ടിരിക്കാൻ പോവാണോ? ഷെടാ ജിങ്കാലാൻ, ഒന്ന് നിക്ക്, ഞാനിത് എടുത്ത് മാറ്റാം. എടാ ടപ്പു, എന്തിനാണ് രാത്രിയിൽ കണ്ണു കാണാത്തടത്ത് ബോൾ കളിക്കുന്നത്? പിന്നെ നിങ്ങൾ വേറെ എന്താ കളിക്കാച്ചാ? അതെ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ പവർ കട്ട് ഉണ്ടാവുമ്പോ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങള് കളിച്ചിരുന്നതോ പോലീസും കള്ളനുമാ. വെരി ഗുഡ് ഐഡിയ ബീഡി അങ്കിൾ. അച്ഛാ, മുത്തശ്ശ, പോപ്പട്ടങ്കിൾ, ആന അങ്കിൾ, എന്നാ വരൂ, ഇത് നമുക്ക് എല്ലാവർക്കും കൂടി കള്ളനും പോലീസും കളിക്കാം. കളിക്കാം. എന്നാ വാ 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 വാ. പോലീസ് ഉള്ളപ്പോ ആരെയാ പേടിക്കേണ്ടത്? എന്ന് വെച്ചാൽ ഞാനാണല്ലോ ഇവിടെ പോലീസ്. അല്ലല്ല, ഞാനാ ഇപ്പൊ പോലീസ് ആകാൻ പോകുന്നേ. അല്ല, ഞാനാ പോലീസ് ആവുക. അല്ലല്ല, ഞാനാ പോലീസ് ആകാൻ പോകുന്നേ. ഞാനാണ് പോലീസ് ആവുക. ഞാനാണ് പോലീസ്. ഞാനാ പോലീസ്. നിങ്ങളെല്ലാരും കളർമാളായാ മതി. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം പോലീസ് ആയിക്കോളാം. എന്നിട്ട് നിങ്ങളെ പിടിക്കാം. അതും തൊണ്ടിയും മുതലുമായിട്ട്. ഇന്ന് വരെ എന്നെ ഒരു പോലീസിനും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ പിടിക്കാൻ കഴിയാതെ പോയത്? ഷടാ, അതിന് ഇന്ന് വരെ ഞാൻ തെറ്റ് ചെയ്തിട്ട് വേണ്ടേ? പിന്നെന്തിനാ എന്നെ പിടിക്കുന്നേ? അച്ഛാ, ഞങ്ങള് 10 പേരെ എണ്ണേ. അപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാരും പോയി ഒളിച്ചോണം. പിന്നെ അങ്കിൾ, സൊസൈറ്റിന്ന് പുറത്തൊന്നും പോകാൻ പാടില്ല. എന്നാ ശരി, പെട്ടെന്നാവട്ടെ, എണ്ണാൻ തുടങ്ങിക്കോ. പക്ഷേ 10 വരെ മുഴുവനായും എണ്ണണം. നോ ചീറ്റിംഗ്. 1 2 3 4. വരരുത്, ഇപ്പൊ വരരുത്. 5 6 7 ഇപ്പൊ വരരുത്. 9 10. ദാ വരാണ്. വരൂ പോലീസ്. വന്നു. എടാ, ഓടിച്ചാടി വരാനല്ല, നിന്നോട് ഞാൻ പതുങ്ങി വരാനല്ലേ പറഞ്ഞത്.
മനുഷ്യരുടെ കണ്ണുകളിലെല്ലാം പൊടി വാരിയിട്ടുകൊണ്ട് ഇന്നിവിടെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മോഷണം നടത്തുകയാണ്. ചേടാ, എന്റെ തൊപ്പി ഇതുവരെ പകുതി പോലും നിറഞ്ഞിട്ടില്ല. ഇത് മുഴുവൻ നിറയുന്നിടം വരെ ഈ കരണ്ട് കെട്ട് തുടരട്ടെ. ആ, നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. സൊസൈറ്റി മുഴുവൻ നമ്മളെ സ്വാഗതം ചെയ്യുവാനായി ഇരുട്ടിൽ മുങ്ങി കിടക്കുവല്ലേ. പക്ഷെ നമ്മളെ സ്വാഗതം ചെയ്യാൻ അവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ ചങ്കു. ചേട്ടാ, ഹലോ, ആരുമില്ലേ അവിടെ? എടാ എന്റെ മന്ദബുദ്ധി, തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ അത് കൊണ്ടുപോയി തേച്ച് കഴുകി കളയടാ. അതിനെ ലൈറ്റ് ഉണ്ടല്ലേ പോവാൻ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ മോനെ. നമ്മൾ ഇവിടെ കല്യാണം കൂടാനല്ല, മോഷണം നടത്താനാണ് വന്നെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജന്മം കല്യാണം കഴിക്കാനും പറ്റില്ലെന്നാണോ? ഓ, ഇനി ഞാൻ നിന്നെ എന്തു പറഞ്ഞു മനസ്സിലാക്കി തരും. നീ ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത്. മിണ്ടാതെ പുറകെ വന്നാ മാത്രം മതി. എനിക്ക് കാര്യം പിടികിട്ടി. ഫോളോ മീ. ഇൻസ്പെക്ടർ ഗോഗി, ഇൻസ്പെക്ടർ ഗോലി. യെസ് സർ. ഭീകരന്മാരായ കള്ളന്മാർ നമ്മുടെ സൊസൈറ്റിയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് തന്നെ വന്നാലും നമുക്ക് അവരെ പിടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്വാഗതം ചെയ്യാൻ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ചേടാ, കളിമണ്ണ് തലയാ. നിനക്ക് തടി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇവര് നമ്മളെ സ്വാഗതം ചെയ്താ പിന്നെ ഈ ഗേറ്റ് കിടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഒരിക്കലും പോകേണ്ടി വരില്ല. അത്രയും ഭംഗിയായിട്ട് ഇവര് നമ്മളെ സൽക്കരിക്കുവോ? ആ, പിന്നില്ലേ, നല്ല സൽക്കാരമായിരിക്കും. പക്ഷെ ഇടിയും തൊഴിയും കൊണ്ടായിരിക്കുന്നു മാത്രം. എത്രയും പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയിട്ട് സ്ഥലം കണ്ടുപിടിക്കണം. വിട്ടുപോയിക്കോ. ദേ അവിടെ ഉണ്ടവര്, പിടിക്കവരെ, വിടരുത്. ഓടരുത് കുട്ടികളെ, അവർ എഴുന്നേക്കൂ. ശരി മുത്തശ്ശ. അല്ല, ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? അത് അവിടുന്ന് വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ആ, ഇൻസ്പെക്ടർ ഗോലി ആൻഡ് ഗോഗി, നിങ്ങൾ മേളിൽ ചെന്ന് നോക്കാം. ഈ ആനയങ്ങളും പോപ്പട്ടങ്ങളും ചെറുതായി തലകുത്തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ടല്ല, ഇവര് ശരിക്കും തലകുത്തിയാണ് നിൽക്കുന്നത്. ഇൻസ്പെക്ടർ സോനു, അവരെ രണ്ടുപേരും അറസ്റ്റ് കള്ളൻ, കള്ളൻ, പിടിക്കവരെ, വിടരുത്. കള്ളൻ, 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 പിടിക്കാൻ വേഗം പിടിക്കേ. മമ്മി, ആരാത്? നീ ആരാടാ? ചേടാ, ഞാനൊരു കള്ളനാ, കള്ളൻ. ഇപ്പൊ പിടികിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണെങ്കിൽ നീ ആ തടിയൻ മങ്കു തന്നെയല്ലേ? അതെ അതെ, ഞാൻ മങ്കു തന്നെയാ. പക്ഷെ എന്നെയും തിരിച്ചറിയാൻ ലോകത്ത് ആൾക്കാരുണ്ടെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. ശംഖുവും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ട എന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയെന്നെ. എടാ മന്ദബുദ്ധി, ഞാൻ ശംഖുവാടാ. നിന്നെ ബഹുമാനിക്കാനും അഭിനന്ദിക്കാനും ഒന്നും എന്നെ കിട്ടൂല. അതെന്താ ചങ്കു? കാരണം നമ്മള് ലോകത്തുള്ള സകല ജനങ്ങളുടെയും കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മോഷണമാണ് നടത്താൻ പോകുന്നത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എന്റെ തൊപ്പി മുഴുവൻ നിറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും നിറഞ്ഞ് കിട്ടുന്നത് വരെ എന്റെ മനസ്സിന് കിട്ടില്ല മനസമാധാനം. വാചകം അടിക്കാതെ പണിയെടുക്കാൻ നോക്കടാ.
കുറച്ച് നാളായി ഞാൻ പല്ല് തേച്ചിട്ട്. ഇത് കയ്യിലിരിക്കട്ടെ, നാളെ തൊട്ട് ഇത് കൊണ്ട് പല്ല് തേക്കാവല്ലോ. പക്ഷെ പേസ്റ്റും കൂടി എടുക്കണം. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാം. പുറത്തേക്ക് വാ. കൈ രണ്ടും പൊക്കി പിടിച്ച് പുറത്തേക്ക് വരുന്നതാ നല്ലത്. ഇനി ആ കട്ടിന് പിന്നിൽ ഒളിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. പുറത്തേക്ക് വന്നേക്ക്, നമ്മളെ പോലീസ് പിടിച്ചു. നിങ്ങൾക്കിത് എന്താ പറ്റിയ അങ്കിൾ? വല്ല കുമ്മായക്കുഴിയിലും ചെന്ന് വീണോ? എടാ തടിയാ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? പോലീസിന് പെട്ടെന്ന് പൊക്കം കുറഞ്ഞതാണോ അതോ നമ്മൾ നീണ്ടു വളർന്നു പോയതാണോ? ടോർച്ച് ഒന്ന് ഓഫ് ചെയ്യൂ എന്റെ കൊച്ചു പോലീസേ. ദയവായി ചങ്കുവിന്റെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കല്ലേ. നിങ്ങൾ ആരാണ്? ഞങ്ങള് ചങ്കുവും മങ്കുവും. ദേ നിൽക്കുന്നു ചങ്കുവും, പിന്നെ ഈ നിൽക്കുന്നത് മങ്കുവും. നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് ചങ്കു മങ്കു എന്ന് പേരുള്ള 2 കള്ളന്മാർ. ഇപ്പൊ പിടികിട്ടി, നിങ്ങൾ യഥാർത്ഥ കള്ളന്മാരാണല്ലേ. നിങ്ങളെ കുറിച്ച് കാലത്തെ സച്ചിദാനന്ദൻ അങ്കിൾ ടിവിയിൽ പറഞ്ഞായിരുന്നു. എടാ എടുക്ക, നിന്റെ ഓർമ്മശക്തി വളരെ ഷാർപ്പാണല്ലോടാ മോനെ. എന്റെ ശബ്ദവും വളരെ ഷാർപ്പാണ് അങ്കിൾ. കള്ളൻ കള്ളൻ. ചങ്കു, അവൻ നമ്മുടെ സഞ്ചി അടിച്ചോണ്ട് പോയിരിക്കുക. നേരത്തെ നമ്മൾ മോഷ്ടിച്ച സാധനങ്ങളും ആ ബാഗിനകത്തുണ്ട്. വെറുതെ കിടന്ന് മോങ്ങാതെ വായടച്ച് മിണ്ടാതിരിക്കടാ. വേഗം ചെന്നവനെ പിടിക്കാൻ നോക്ക്. വാ അങ്കിൾ, രണ്ടുപേരും വാ. ചിലപ്പോ ടപ്പു കള്ളന്മാരുടെ പുറകെ, ചിലപ്പോ കള്ളന്മാർ ടപ്പുവിന്റെ പുറകെ. ടു മച്ച് ഫൺ. അച്ഛാ, മുത്തശ്ശ, ആന അങ്കിൾ, എല്ലാവരും ഒന്ന് പുറത്തു വന്ന് നമ്മുടെ വീട്ടിൽ കള്ളം കയറി. എടാ ചേട്ടാ മോനെ, ഒന്ന് വേഗം വാ. നമ്മുടെ സൊസൈറ്റി കള്ളം വന്നിട്ടുണ്ടെന്ന്. എന്താ നിങ്ങൾ ഈ പറയുന്ന അച്ഛാ? ടപ്പ് പറഞ്ഞ് നിങ്ങൾ കണ്ണു അടച്ച് വിശ്വസിച്ചിരിക്കുക. ഇതൊക്കെ അവന്റെ അടവാന്ന് അതും ഇതും പറഞ്ഞ് നമ്മളെ പിടിക്കാനാ? നമ്മളെ കുരങ്ങ് കളിപ്പിച്ചിട്ട് ആ പിള്ളേരെല്ലാം എങ്ങോട്ടാടാ പോയത്? ആദ്യം നമുക്ക് അവരെ കണ്ടുപിടിക്കണം. വാ, ഈ പ്രാവശ്യം നമ്മൾ പുറകിലൂടെ പോയി വേണം അവരെ പിടിക്കാൻ. വാ. ഹലോ അങ്കിൾസ്, ഞങ്ങള് നിങ്ങളുടെ പുറകെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. അവിടെ ഒരു കയറ് കിടക്കുന്നു. ഇതിൽ പിടിച്ച് വലിഞ്ഞു കയറി മേലോട്ടങ്ങ് പോയേക്കാം. ഇൻസ്പെക്ടർ ഗോഗി, ജംപ്. ഇൻസ്പെക്ടർ ഗോലി, ജംപ്. ആ ചെക്കന്മാര് നമ്മുടെ പ്ലാൻ മൊത്തം കുളമാക്കിയിരിക്കുക. കൈവിട്ടു പോയ സഞ്ചി നമ്മൾ എങ്ങനെയാ തിരിച്ചു പിടിക്കുന്നത്? കരണ്ട് കെട്ട് തീരുന്നതിന് മുമ്പ് എല്ലാം അടിച്ചു മാറ്റണമല്ലോ. എന്തായാലും വാ.
എടാ എടാ നമ്മുടെ സഞ്ചിയല്ലടാ അത്. ഇത് വേണോ? ആ. എന്നാ ഇതാ എടുത്തോ. കിട്ടിയ ചാൻസ് കളയണ്ട വാ. അവിടെ നല്ല മണം വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് കൊതി വരുന്നെങ്കിൽ കഴിച്ചേക്കാം. എടാ എടാ വാണല്ലേ നീ എന്താ ഈ ചെയ്യുന്നേ? പെർഫ്യൂം നല്ല മണമാണെന്ന് തോന്നുന്നു. എടാ മങ്കു, ഈ പ്രാവശ്യം വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ ചങ്കു. Come on, Tapu Sena, next plan. എടാ ഞാൻ നിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്, പിന്നെ എങ്ങനെ ഞാൻ നിന്നെ രക്ഷിക്കുന്നേ? Team, charge. എടാ, ഓടിക്കോ. രക്ഷിക്കണേ. നമ്മൾ ഇങ്ങോട്ട് വന്നതെല്ലാം വെറുതെ ആയി പോയല്ലോടാ. അവസാനം ഈ കുട്ടി പട്ടാളം നമ്മുടെ സഞ്ചിയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് പോയി കളഞ്ഞല്ലോ. ചേടാ, ആ കൊതുകുകൾ ഇപ്പോഴും അച്ഛനെ കടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും ചീറ്റിംഗ് ആണ് ജേട്ടാലാൽ. ഇനി ആ കുട്ടികളോടൊപ്പം ഞാനൊരിക്കലും കളിക്കാൻ കൂടില്ല. എന്താ കൂട്ടുകാരെ ഇത്? ഞാൻ എത്ര നേരം ഇവിടെ പതുങ്ങിയിരിക്കുന്നറിയോ? പക്ഷെ ആരും എന്നെ തേടി കണ്ടെത്താൻ വന്നില്ലെന്നേ. എടാ ടപ്പോ, ചേടാ അല്ല, നിങ്ങൾ ഇതെല്ലാവരും കൂടെ ചേർന്ന് ആരുടെ കൂടെ കള്ളനും പോലീസും കളിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ഇവിടെ അല്ലായിരുന്നോ പതുങ്ങിയിരുന്നത്? ശരിക്കുള്ള കള്ളന്മാരുടെ ഒപ്പമായിരുന്നു അച്ഛാ. അപ്പൊ ഇവിടെ ശരിക്കുള്ള കള്ളന്മാരും ഉണ്ടെന്നാണോ? എന്നാ പിന്നെ അവൻ എന്റെ വീട് മൊത്തം അടിച്ചു മാറ്റി കാണുമല്ലോ. അവന്മാരെ എങ്ങനെ പിടിക്കുന്നേ? പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്കിൾ. ടപ്പുവിന്റെ പോലീസ് സേന അവരെ പിടിച്ചു കഴിഞ്ഞു. അവന്മാർ ഇതുവരെ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, എന്നെയല്ല, ഈ ധീരന്മാരായ കുട്ടികളെ നോക്കൂ. അവരുടെ ഈ ധീരമായ ഇടപെടൽ കാരണം പിടിക്കപ്പെട്ടിരിക്കുന്നു 2 കള്ളന്മാർ. ക്യാമറാമാൻ
കണ്ണിലുണ്ണി കണ്ണനും സംഘത്തിനൊപ്പം മോഹൻദാസ്, സച്ചിദാനന്ദൻ.